participants in this Zoom platform. Good evening, എല്ലാവർക്കും നമസ്കാരം. Good evening. ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിൻ സി ജോബിന്റെ ഇനിഷ്യേറ്റീവിൽ വളരെ ഭംഗിയായ ഒരു പ്രോഗ്രാം റോറിംഗ് മൺഡേസ് ഓൺലൈൻ ട്രെയിനിങ് സീരീസ് ലയൺ കബീർ ദാസിന്റെ ഐഡിയയിൽ തുടങ്ങി ലയൺ ഫസലുദ്ദീന്റെ സപ്പോർട്ടോടു കൂടി വളരെ ഭംഗിയായി നടന്നു വരുന്നു. ഇതുവരെ ഏകദേശം 37 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇന്ന് 38ാമത്തെ എപ്പിസോഡാണ് നടക്കുന്നത്. ഇതിൽ ലയൺസ്, JCI, മറ്റ് വിവിധ മേഖലയിലുള്ള പ്രമുഖർ ഈ പ്രോഗ്രാമിൽ സ്പീക്കറായി വന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ശരിക്കും പുറത്ത് നമ്മൾ പല പ്രോഗ്രാമിനും മീറ്റിങ്ങിനും പോകുമ്പോൾ വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് ലഭിച്ചിട്ടുള്ളത്. ന്യൂ മെമ്പേഴ്സിനെ കൂടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ എല്ലാവരും കൂടെ ശ്രമിക്കണം, എന്നാലേ അവർക്കും ഒരു നല്ല ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഈ പ്രോഗ്രാം നല്ലൊരു PR പ്രോഗ്രാമാണ്. ലയൺസിന്റെ ബ്രാൻഡ് നെയിം ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഇപ്പൊ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ മട്ടിപ്പിളില് ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതുപോലെ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നായിരുന്നു അവര് എല്ലാവരുടെയും ഒരു താല്പര്യം. PDG ലയൺസ് സാബു കരികശ്ശേരി അദ്ദേഹം പറയേണ്ട ലയൺസ് ഹിസ്റ്ററിയെ കുറിച്ച് സംസാരിച്ചത് മൾട്ടിപ്പിള് അതിനെക്കുറിച്ച് സംസാരിച്ചതായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലയൺ പോർട്ടലിൽ ലയൺ ലേണിംഗ് സെന്ററിൽ 40ഓളം പ്രോഗ്രാംസ് ശരിക്കും നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉള്ളവരെ ആ പ്രോഗ്രാം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലയൺസിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. 1 മണിക്കൂറേ ഉള്ളൂ അതിന്റെ പ്രോഗ്രാം. അത് മാക്സിമം അറ്റൻഡ് ചെയ്താൽ എല്ലാവർക്കും വളരെ ഗുണകരമായിരിക്കും. ഇന്നത്തെ നമ്മുടെ സ്പീക്കർ പ്രൊഫസർ നിർമ്മല മാഡം നമ്മളോട് സംസാരിക്കുന്ന ടോപ്പിക് ഫ്യൂവലിംഗ് ദ ഫയർ, ടേണിംഗ് ടൈനി ഹാബിറ്റ്സ് ഇൻടു എക്സ്ട്രാ ഓർഡിനറി മോട്ടിവേഷൻ. അതായത് ചെറിയ ചെറിയ നമ്മുടെ ഹാബിറ്റ്സ് എങ്ങനെ നമുക്കൊരു വലിയ മോട്ടിവേഷനായി മാറ്റാം എന്നാണ്. അപ്പൊ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, താങ്ക് യു. താങ്ക് യു മാഡം. വളരെ സന്തോഷം മാഡം നമ്മുടെ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തതിൽ. അത് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം. താങ്ക് യു മാഡം. അതുപോലെ തന്നെ ന്യൂ മെമ്പറിനെ ഇതിനകത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിച്ചത്. വരുന്ന 12ാം തീയതി ഏപ്രിൽ 12ാം തീയതി ഉച്ചയ്ക്ക് നമ്മളൊരു ന്യൂ മെമ്പർ ഓറിയന്റേഷൻ ഇന്നുവരെ ഡിസ്ട്രിക്റ്റിൽ ചെയ്യാത്ത രീതിയിൽ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിലിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പന്റും നമുക്ക് അറിയാവുന്ന നമ്മുടെ ക്ലബുകളിലൊക്കെ ഉള്ള പുതിയ മെമ്പർമാരെ ഇതിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എല്ലാവരുടെയും ഭാഗത്ത് നമ്മുടെ ശ്രമം ഉണ്ടാവണം. ഏപ്രിൽ 12ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ്, ഞായറാഴ്ച, അന്ന് കല്യാണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കണം. Now I request Lion Jaya NK Madam for the pleasant task. Madam, floor is yours. Unmute ചെയ്ത് സംസാരിക്കാം. Okay. Good evening to all of you. First of all, thank you for inviting me to introduce such a dignitary, Professor Nirmala. Yes, she's a JCI senator, and as of all of us know, Junior Chamber International is a global network of young leaders between 18 and 40 age group for focusing leadership development, community projects, and business networking. So she is a reputed trainer. Being a retired professor from a reputed engineering college, Professor Nirmala deals with all aspects of education. She is a national trainer and a JCI author, Ravi Puraskar awardee, and iconic trainer of 2021, trainer of JCI India 2021. She is successful in all the trainings, in all the international JCI trainings. Academic side, she is a postgraduate by research in microbiology from Grant Medical College, Mumbai. She has 2 PGs also,
one in psychology and the other in business administration. And she has scored the highest grade in, I think, the highest grade in communication skills from Trinity College of London. And she is a certified career trainer and counselor also. And she was invited to the UN to speak on alleviation of poverty on the global level in 2014. She's the author of a book titled Nostalgia, and she has published several articles. She's invited as a judge of various programs in engineering, medical colleges, and business administration colleges. She runs an online platform and also an offline classes, and she owns an establishment in NIMS, Valappadu. And about the family, her spouse is Dr. Parameswaran, A. Parameswaran, and the couple are blessed with the 2 kids. Anil Kumar, he is an artist and engineer. He is settled in London. And daughter Savida, she is a high school teacher. Subject is chemistry, and married and settled in Kodungalur. Professor Nirmala has 2 grandchildren. One is Aman, and the other is Ima. This is what I got to introduce Professor Nirmala. And I think when we search in Google, we'll get more details about Professor Nirmala. And because of time constraints, I am forced to stop the narration here. And once again, I thank you, Kabir sir, for inviting me to introduce Professor Nirmala, and expecting a very wonderful and informative talk on the subject by Professor Nirmala. Thank you. താങ്ക് യു ജയ മാഡം, താങ്ക് യു. നിർമ്മല മാഡത്തിനെ നമുക്ക് ഇത്രയും നന്നായി പരിചയപ്പെടുത്തിയതിന്. നമുക്കറിയാം, നമ്മളിൽ ഒരാള് ഇന്ത്യക്ക് പോയി UN നമ്മുടെ ഇന്ത്യയുടെ പോവർട്ടിയെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിയ ഒരു മാഡമാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിനർ. അപ്പൊ ഇനി നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ആക്കുന്നില്ല. മാഡം 8:30 to 9:15 വരെ, അതായത് 45 minutes ടൈം ഉണ്ട് മാഡത്തിന് നമുക്ക് കൂടുതൽ മാഡത്തുമായിട്ട് അടുത്തറിയാനും മാഡത്തിന്റെ വാക്കുകൾ ശ്രമിക്കാനും. അതുകൊണ്ട് മാഡം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. നിർമ്മല മാം. Thank you, Chair, for this opportunity. Thank you, Jaya, for this wonderful introduction. And good evening, Lions, Lionesses, guests, and all others from various districts of Kerala. Okay, so without much ado, can I start? On a screen share ചെയ്യാൻ ഒന്ന് എന്നെ അനുവദിക്കുമോ? റിക്വസ്റ്റ് സെൻഡ് ചെയ്താൽ മതി, ഞാൻ അപ്രൂവ് ചെയ്ത്. ഓക്കെ, ഹലോ. യെസ്, ഹലോ. Hello? Yeah. The screen is visible? Yeah. Okay. So fueling the fire. Our sentence കേൾക്കുമ്പോൾ what do you all feel? What is the reaction you all have in your mind? നമ്മളൊക്കെ പറയുമല്ലോ, കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത് എന്നൊക്കെ. No. ഇതിപ്പോ നമ്മള് റോഡിലൊക്കെ പെട്രോൾ ടാങ്കേഴ്സ് പോണത് കാണുന്നുണ്ട്. They carry petrol, diesel. അത്രയും ഫ്യൂവൽ ആ ടാങ്കേഴ്സിന്റെ ഉള്ളിലുണ്ടെങ്കിലും ആ ഒരു വണ്ടി ഓടണമെങ്കിൽ അവർക്ക് ഫ്യൂവൽ വേണ്ടേ? They have to replenish the fuel in their petrol tanks. അല്ലാണ്ട് അവരുടെ ടാങ്കറിന്റെ ഉള്ളിൽ പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വണ്ടി നീങ്ങില്ലല്ലോ. എന്ന മാതിരി നമ്മൾ 200 കൊല്ലം ജീവിക്കണില്ല. But as an individual, as citizens, what you call smart citizens of our nation, we have to fuel the fire within us. നമ്മൾ പുറമേ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ അല്ലാണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ആ മോട്ടിവേഷൻ ഇങ്ങനെ തീ അണയാണ്ട് എടുത്ത് വെക്കണം. എത്രയോ പേരെ നമ്മൾ കാണും, എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല, ഞാൻ യൂസ്ലെസ് ആണ്. I mean, they are stagnating. Nobody is useless in this world. Everybody is got some spark in them. ദൈവം ഒരാളെ വെറുതെ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല. എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഗുണം കൊടുത്തിട്ടുണ്ടാവും.
Nobody is better than the other person. Nobody is worse than the other person. അപ്പൊ നമ്മൾ ഈ ഫ്യൂവലിംഗ് ദ ഫയർ എങ്ങനെയാ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ടോപ്പിക് വരുന്നത്. ടേണിംഗ് ടൈനി ഹാബിറ്റ്സ് ഇൻ ടു എക്സ്ട്രാ ഓർഡിനറി മോട്ടിവേഷൻ. നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഒരു ടൈനി ഹാബിറ്റ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ എക്സ്ട്രാordinary മോട്ടിവേഷൻ ആവോ? അപ്പൊ ഞാനൊരു നല്ല വ്യക്തി ആവോ? വിൽ ഇറ്റ് ഹാപ്പൻ? ഒരു ഞാനായിട്ട് ഈ ലോകം മാറ്റാൻ പറ്റുമോ? എത്രയോ ആൾക്കാർ മാറണം. ഞാനായിട്ട് ഞാൻ എന്താ ചെയ്യാം? ലാസ്റ്റ് മാർച്ച് Monday morning, I just sat at the window and I was thinking. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സെന്റൻസ് ഡെയിലി എഴുതട്ടെ. അപ്പൊ എന്റെ നോട്ട് പാഡ് എടുത്തിട്ട് ഞാൻ 1 sentence, get up earlier, പിറ്റേ ദിവസം be consistent, പിറ്റേ ദിവസം be better than yesterday. അപ്പൊ pointless, it was pointless, 1 sentence every day. But over the months, ഒരു 3 മാസം കഴിഞ്ഞപ്പോ എന്റെ someday was becoming the next day itself. എന്റെ മൈൻഡ് തന്നെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്റെ ഗോൾസ് കൂടുതൽ ക്ലാരിറ്റി കാണാൻ തുടങ്ങി. The motivation that I was charging about, അത് എനിക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. എനിക്ക് തന്നെ കാലത്ത് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ളൊരു മോട്ടിവേഷനിലാണ് ഞാൻ എനിക്കണത്. അല്ലാണ്ട് ഒരു 5 മിനിറ്റ് കൂടി അവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടല്ല. സോ വിതിൻ a year several things change. ഞാൻ നമ്മുടെ ട്രെയിനിങ്സ്, ഇഷ്ടംപോലെ ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു കഥയൊക്കെ പറയുമല്ലോ. ആ കഥ പറയാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ തപ്പണം, അല്ലെങ്കിൽ അവിടെ തപ്പണം, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കും. അപ്പൊ I said, why not write at least 2 stories a day? അങ്ങനെ ഞാൻ ഈ 2 സ്റ്റോറീസ് എഴുതിയിട്ട് ഈ ഒരു ബുക്കിൽ 101 സ്റ്റോറീസ് എഴുതി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും, അത് കമ്പ്യൂട്ടറിൽ തന്നെ എഴുതി വെച്ചാൽ പോരെ മാം, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്താൽ പോരെ? ചെയ്യാം. ബട്ട് വെൻ യു റൈറ്റ് ഇറ്റ് ഡൗൺ, നമ്മുടെ മൈൻഡ് ഫ്രെയിമിൽ ഒരു വ്യത്യാസം വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ കൈയക്ഷരത്തിൽ നമ്മൾ കാണുമ്പോൾ അതൊരു വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളത് ഇൻഡെക്സ് ചെയ്ത് വെക്കുമ്പോൾ, എനിക്കിപ്പോ ഒരു പ്രസന്റേഷൻ എടുക്കുമ്പോൾ അതിൽ നോക്കുമ്പോൾ എനിക്ക് പറ്റിയൊരു കഥയുണ്ടാവും. ഐ ജസ്റ്റ് സ്ക്രോൾ ത്രൂ ഇറ്റ്, ഐ ക്യാൻ സീ ഇറ്റ്. അല്ലാണ്ട് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുക, കറണ്ട് ഇല്ല, അല്ലെങ്കിൽ ചാർജ് തീർന്നു, അല്ലെങ്കിൽ ഞാൻ വേറൊരു ദിക്കിലുണ്ട്, എനിക്കൊരു കഥ കിട്ടുന്നില്ല. ഐ മീൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് അല്ലെ? ഇനി ഒന്നുമല്ല, കാലക്രമേണ എന്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ ഈ ബുക്ക് ഒരു നിധിയായിരിക്കും വേറൊരാൾക്ക് കിട്ടുമ്പോൾ. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ഞാൻ ഈ വീട്ടിൽ ഇഷ്ടംപോലെ ഡയറീസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ഗോൾഡൻ വേർഡ്സ് ആണ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും വായിച്ചേ ഒരു കള്ളം കയറി കഴിഞ്ഞാൽ ബുക്സ് ഇവിടെ കക്കാനുണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയും എപ്പോഴും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വാട്ട് ഷുഡ് മോട്ടിവേറ്റ് യു. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇവിടെ ഐ ക്യാൻ ടെൽ യു എ ലിറ്റിൽ സ്റ്റോറി. 2010 യൂറോപ്യൻ സൈക്ലിംഗ് ടൂർ ഡെ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സൈക്ലിംഗ് ടൂർണമെന്റ് ഉണ്ട്. അതിൽ ബ്രിട്ടീഷ് പീപ്പിൾ വർ ഫെയിലിംഗ് മിസറബിളി. അപ്പോഴാണ് ഡേവ് ബ്രാഡ്സ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നത്, അവരുടെ കോച്ചായിട്ട്. ആൻഡ് ഹീ സെഡ്, ഇംപ്രൂവിംഗ് 1%, just 1% of your habits can be compounded to give greater results. അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അവരുടെ ബെറ്റർ സ്ലീപ്പ് ക്വാളിറ്റി നോക്കി, അവരുടെ മാട്രസസ് മാറ്റി, ജസ്റ്റ് 1%. അവരുടെ സൈക്കിളിന്റെ ഹാൻഡിൽ 1% മാറ്റി, അവരുടെ സീറ്റ് 1% നീക്കി, അവരുടെ ഭക്ഷണ ശൈലി മാറ്റി, അവരുടെ കൈ കഴുകുന്ന ഹാൻഡ് വാഷ് 1% മാറ്റി, മസാജിങ് മാറ്റി, അവരുടെ ഒരു ഇത്തിരി വ്യത്യാസമാക്കി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിതിൻ 5 years, ഓവർനൈറ്റ് ഒന്നും സംഭവിക്കില്ല, 5 കൊല്ലത്തോണ്ട് they started dominating the Olympics. They started winning many Tour de France multi titles. അപ്പൊ ദിസ് സ്റ്റോറി ഓൺലി പ്രൂവ്സ് നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സിൽ നമുക്ക് വൻ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. ബട്ട് നമുക്ക് വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. മോട്ടിവേഷൻ ഉണ്ട്, ഓക്കെ ഐ ഡു ഇറ്റ് ടുമോറോ ഓൺവേർഡ്സ്. ഞാൻ കാലത്ത് എണീറ്റിട്ട് നടക്കാൻ പോകും, എന്റെ വയറൊക്കെ ഇത്തിരി ചാടി, എനിക്കൊന്ന് എന്റെ ബോഡി ഒന്ന് ശരിയാക്കണം. ടുമോറോ മോർണിംഗ് നമുക്കൊരു ഗെറ്റ് അപ്പ്, അലാറം വെച്ച് നമ്മളൊക്കെ വെച്ചു, 5 മണിക്ക് അത് ഇതാക്കിയപ്പോ സ്നൂസ് ചെയ്ത് പിന്നെയും കിടന്നു.
ഇന്ന് വേണ്ട, നാളെ മതി. You know what? We have got a monkey up there. It is called Professor Monkey. The monkey mind എന്ന് പറയും. അവൻ ഭയങ്കര പ്രശ്നക്കാരനാ. നമ്മളെ കംഫർട്ട് സോണിൽ ഇരുത്താനേ അവൻ നോക്കുള്ളൂ. എന്തൊരു തടസ്സം വന്നാലും ബ്രോ അത് വേണ്ട കേട്ടോ, നമുക്ക് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. അപ്പൊ ആ മൈൻഡ് വോബിൾസ്. Why does motivation wobble? Why does motivation wobble? ഞാനൊരു 6 പോയിന്റ് എന്റേതായിട്ട് വെച്ചിട്ടുണ്ട്. സംടൈംസ് ആ ഗോൾസ് ആർ ടു വേഗ്. നമ്മൾ വിചാരിക്കണ എനിക്ക് അടുത്ത മാസം മുതൽക്ക് 35 ലക്ഷം രൂപ മാസം എന്റെ പോക്കറ്റിൽ വരണം. അത് നടക്കുവോ? പെട്ടെന്ന് ഒരു മാസം തിരിക്കാൻ പറ്റുമോ? അപ്പൊ ബ്രെയിൻ പറയും വിഡ്ഢി. ദ മങ്കി വിൽ സേ യു ആർ എ ഫൂൾ. അപ്പൊ വേഗ് മേ ബി 3500 കൂടുതൽ വരണം. then we can work on it. നമ്മൾ ഗോൾസ് പൊട്ടിച്ച് ചെറുതാക്കി നോക്കുക. far away. എനിക്ക് ടാറ്റ അംബാനിയെ പോലെ ആവണം. how is it possible? 3-4 generations കഴിഞ്ഞപ്പോഴാണ് ടാറ്റ അംബാനിയുടെ മക്കൾ അങ്ങനെ ആയിക്കണത്. അല്ലാണ്ട് ചെറുപ്പത്തിലെ മുതൽക്കായിട്ടില്ല. I know Dhirubhai Ambani, he was from Bombay. He used to wipe cars on the road. പെട്രോൾ ബങ്കിൽ കാറുകൾ തുടയ്ക്കാറുണ്ട്. ജൂഹു ബീച്ചിൽ പോയിട്ട് അണ്ടർവെയർ വിൽക്കാറുണ്ട്. You know, Gujaratis have got these underwears with pockets and things like that. He used to sell those on Juhu Beach. Manslayo. His children today need secretaries to make accounts. Dhirubhai Ambani never had a secretary when he started making his millions. Manslayo. അപ്പൊ പതുക്കനെ മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ശുഭരാത്രിയിലേക്ക് വരാൻ പറ്റില്ല. റണ്ണിങ് ഓൺ ഡിപ്ലീറ്റഡ് എനർജി. There may be times when you had a fight with your spouse or the boss fired you, നമുക്ക് ആകെ ഡിപ്രഷനിലാണ്. അപ്പൊ നമ്മുടെ മോട്ടിവേഷൻ ഇന്ന് ചെയ്യാൻ പോകില്ല, ആകെ മൈൻഡ് പോയിരിക്കുന്ന ഒരു മൂഡില്ല. ദാറ്റ്സ് ഓക്കെ. യുനോ വെൻ ഹാബിറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് താഴെങ്കിലും വി വിൽ കണ്ടിന്യൂ. യു ഗോ അപ് ടു നോർത്ത് ഇന്ത്യ, പഞ്ചാബിലൊക്കെ പോയിട്ട് ഏത് പാവപ്പെട്ട വീട്ടിൽ പോയാലും they make beautiful rotis and pulkas. You know, നല്ല അസിൽ ഗോതമ്പും നല്ല ചപ്പാത്തിയും പുൽക്കാസ് റോട്ടീസ് ഒക്കെ ഉണ്ടാക്കും. നമുക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത്ര നന്നായിന്ന് വരില്ല. ബട്ട് വി ക്യാൻ മേക്ക് ബ്യൂട്ടിഫുൾ ഇഡ്ലീസ് ആൻഡ് ദോസാസ്. വൈ? അത് ബൈ ഹാബിറ്റ്. വി ആർ ഡൂയിങ് ഇറ്റ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. അത് തന്നെയാണ് ചെയ്യണത്. അപ്പൊ ബൈ ഹാബിറ്റ് നമ്മുടെ മോട്ടിവേഷൻ കുറഞ്ഞാലും, അത് ഐ മീൻ എനർജി കുറഞ്ഞാലും, ആ മോട്ടിവേഷൻ വിൽ ബി സസ്റ്റെയിൻ. അപ്പൊ കൺസിസ്റ്റൻസി ആണ് ഇവിടെ ഏറ്റവും വലിയ കീവേഡ്. Then context changes faster than your plan. How does the context change? നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ കൊണ്ട് കാശ് കൊടുത്തിട്ടുണ്ട്. ഡെയിലി ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, ബ്ലാ ബ്ലാ ബ്ലാ. പക്ഷെ പെട്ടെന്ന് കുട്ടിക്ക് പനിയായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇന്ന് നേരത്തെ ഓഫീസിൽ എത്തണം, ബോസ് വർക്ക് ലോഡ് വേറെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ there's a transfer, I'm suddenly transferred to another place. അപ്പൊ പറ്റില്ല. So what happens? നമ്മൾ ഫിക്സ് ചെയ്ത പ്ലാൻ മുഴുവൻ haywire. You know, nature has this way, when the thing is going on very smoothly, nature will turn the tables. നമ്മുടെ ടേബിൾ അപ്പത്തിരിക്കും. we should be ready for any challenge. RICE, നമ്മൾ കഴിക്കുന്ന ചോറിന്റെയാണ് റൈസ്, നെല്ല്. ദാറ്റ് റൈസസ്, വെള്ളം വരും തോറും അത് പൊന്തി വരും, താമര പൊന്തി വരും. So we should also rise above challenges. ജീവിതം ഒരിക്കലും സ്മൂത്ത് റോഡ് അല്ല. ലൈക്ക് എ റോസ്, there will be thorns on the bushes. നമ്മൾ അത് കവഞ്ഞ് നമ്മൾ മുകളിലേക്ക് വരാൻ നോക്കും. Measuring the wrong cues. Cue എന്ന് പറയുമ്പോൾ we will be talking about it more in the later slides. Cue എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ക്യൂ കാർഡ്സ് കൊണ്ടുപോകും. അതിലൊരു വേർഡ് എഴുതിയിട്ടുണ്ടാവുള്ളൂ. ആ വേർഡിൽ നിന്ന് നമുക്ക് ഫുൾ ടോപ്പിക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ക്യൂസ് ആണ്. നമുക്ക് എന്താണ് നമ്മളെ മോട്ടിവേഷനിൽ നിന്ന് തടയണ സാധനം, നമ്മളെ ട്രിഗർ ചെയ്ത് പോണത് എന്താണ്, അത് നമ്മള് റോങ് ആയിട്ട് എടുക്കണം. ക്യൂസ് ആണെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ ഒക്കെ പാളിപ്പോവും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു monkey in the mind. Monkey in the mind is a real stupid creature, mischievous creature. കുരങ്ങന്റെ സ്വഭാവം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സ്റ്റാർട്ടിങ് കുറെ സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ പോകേണ്ടത്. That monkey will say, hey, forget it man, let's go back to bed.
തണുപ്പുള്ള ദിവസം നമ്മൾ ഓടാൻ തയ്യാറാണ്, നമ്മളെല്ലാം കൂടി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് രാത്രി. കാലത്ത് എനിക്ക് തണുക്കണോ, ആ കമ്പിളിയുടെ ചോട്ടിൽ ഒന്നുകൂടി കിടക്കണ്ട. മങ്കി ഒന്നുകൂടി കൂടി കിടക്ക്, ഇന്നിപ്പോ എനിക്കുണ്ടോ, നാളെ പോയാലും, ഇപ്പൊ ഇന്ന് പോയാലും നാളെ പോയാലും എന്താ. സോ the brain will always say avoid what is not needed. Temporary setbacks. നമ്മൾ ജിമ്മിലേക്ക് കാശ്, see all the gyms survive because of the initial money paid by the customers. മിക്കവരും കാശ് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അത് കൺസിസ്റ്റൻസി ആയിട്ട് പോവില്ല. ഓക്കെ, അപ്പൊ ഈ ജിമ്മിൽ കൊണ്ട് കാശ് കൊടുത്തിട്ട് പിന്നെ എന്ത് പറ്റി, നമുക്കൊരു പനി പിടിച്ചു, ഒരാഴ്ച പോവാൻ പറ്റിയില്ല. 500 രൂപയിലേ കൊടുത്തിട്ടുള്ളൂ, അത് പോട്ടെ, ഇനി ഞാൻ പോവില്ല. ഒരാഴ്ച കഴിഞ്ഞ് പോയിട്ട് ആദ്യം മുതൽക്ക് തുടങ്ങണ്ടേ? നോ, setbacks will be there. നമ്മൾ അമ്പും വില്ലും കൊലയ്ക്കുമ്പോ എന്താ, നമ്മളാ ചരട് പിന്നാക്കം വലിച്ചെങ്കിലേ ആ ആരോ അത്രയും ദൂരം പോവുള്ളൂ, അല്ലെ? സോ ദ സെറ്റ്ബാക്ക് ഇസ് ഓൺലി ടു പുഷ് യു ഫോർവേഡ്. നെവർ തിങ്ക് സെറ്റ്ബാക്ക് നമ്മളെ ബാക്കിലേക്ക് വലിക്കണം. നമ്മളെ സെറ്റ്ബാക്ക് വെച്ചെങ്കിൽ, അതാണ് പണ്ടത്തെ ഇംഗ്ലീഷുകാർ പറഞ്ഞത്, ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ആ ഫെയിലിയറിൽ നമ്മൾ പഠിച്ച് കയറി പോണം. സക്സസ് ആയ ആരും തോൽവി കയ്പുള്ളത് കഴിക്കാത്തതല്ല, എല്ലാവരും തോൽവി കഴിച്ചിട്ടാണ് ആ സക്സസിലേക്ക് എത്തിയത്. When you see a successful person, you think, wow, that person is so great. അതിന്റെ പിന്നിൽ ഉണ്ടായിക്കണ ആ അധ്വാനം എന്താണെന്ന് we never go to see. When we go to see that, only we will realize that it is the hard work, the sleepless nights that were there that has lifted that person to the pinnacle of success. Okay? Now we have some common myths and realities. മോട്ടിവേഷൻ എല്ലാവരും പറയും. മോട്ടിവേഷൻ, ഒരു പ്രസന്റേഷന് പോ, ഒരു സ്പീക്കറിനെ കേക്ക്, ആ കുറച്ച് നേരത്തേക്ക് യു വിൽ ബി മോട്ടിവേറ്റഡ്. 3 ദിവസം കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് കാറ്റ് പോയ ബലൂണെ പോലെയാവും, അല്ലെ? സോ വാട്ട് ദേ സേ, മോട്ടിവേഷൻ മസ്റ്റ് കം ഫസ്റ്റ്. ആക്ഷൻ. ഇപ്പൊ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, എനിക്ക് മോട്ടിവേഷൻ കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. Get up, start doing it. Even the small step that you do will give you confidence and the drive to complete it. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ആക്ഷൻ കംസ് ഫസ്റ്റ്. നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വേറെ കിട്ടും. വാവ്, ഞാൻ ചെയ്തു അത്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്, ഐ ഷുഡൻറ്റ്. അത് എനിക്ക് പറ്റില്ല. ആ സ്റ്റാറ്റിസ്റ്റിക്സും ആ ഗ്രാഫും ഒക്കെ വരയ്ക്കാൻ ഇപ്പൊ ChatGPT AI ഒക്കെ ഉണ്ട്, വി ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റ്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. ഐ കം ഫ്രം ദി ഓൾഡ് ജനറേഷൻ. ഞാൻ ഈ പുതിയ ഡിജിറ്റൽ ഒന്നും പഠിച്ചിട്ടില്ല. Why didn't you do? You must be updated. You must know what is happening. അപ്പൊ നമുക്ക് ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ, നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ that system will itself fuel you and you can go ahead with it. മനസ്സിലായോ? നമ്മൾ ബാക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് നിൽക്കുള്ളൂ, നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോവില്ല. 1000 പേര് എനിക്കറിയാം കാർ ഓടിക്കണ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാ. പേടി എല്ലാവർക്കും ഉണ്ട്. ഈവൻ ദി എക്സ്പേർട്ട് ഡ്രൈവർ ഒരു സ്പീച്ച് പറയാൻ സ്റ്റേജ് മേൽ കയറുമ്പോ ആളുടെ മുട്ടുകാലും വിറക്കുണ്ടാവും, നെഞ്ചിടിക്കുണ്ടാവും. ഒരു പ്രസന്റേഷൻ എടുക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ അത് കവർ ചെയ്ത് പോകുമ്പോഴാണ് വാട്ട് യു കോൾ motivation. You have to overcome that. I cannot do it എന്നുള്ള വാക്ക് ഡിക്ഷണറിയിലേ പാടില്ല. Try, fail once. How many times you fall is not the question. How many times you will get up after falling, that is the question. മനസ്സിലായോ? കാരണം ഒരാളും നമ്മളെ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരില്ല. You are an individual whom God created. You should know what your potential is and you should find your resources to go ahead. ഭൂമിയിൽ ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും നമ്മളെ സൃഷ്ടിച്ചേക്കണ ആ ഈശ്വരനോടോ പ്രകൃതിയോടോ നമ്മൾ കംപ്ലീറ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ തന്നെ നമ്മൾ പാട്ടാഞ്ജലിയുടെ സൂത്രാസ് പറയണ പോലെ
ആ ബേണിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ നേച്ചർ കണൈവ്സ് ടു ഹെൽപ്പ് യു. അപ്പൊ നമുക്ക് ഓരോന്ന് കിട്ടും. ഇനി ഡിസിപ്ലിൻ മീൻസ് ടു പുഷ് ഹാർഡർ. നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മമാരൊക്കെ പരീക്ഷ എടുക്കുമ്പോൾ പിള്ളേരെ തല്ലലും പിച്ചിലും ഒക്കെ ആയിട്ട്. ആക്ച്വലി ദസ് എ ജോക്ക് ഐഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. മദർഹുഡ് നമ്മൾ പറയുമ്പോൾ I'm sorry. Okay. Motherhood is something very beautiful, we say. But actually, I could say motherhood is brutality. Every mother at some point of time has said, I'll kill you, or I'll break your neck. That is a very difficult proposition. Nah? And a mother has the capacity to confuse her child. If you climb that wall and fall down and break your legs, don't come running to me. The child will wonder, how can I come running to you if I break my leg? Understand? Shut your mouth and eat your dinner. How can I eat my dinner shutting my mouth? Okay? So mothers are very funny people. Sometimes she gets Alzheimer's. I mean, she doesn't remember. Do you know who you are? The child says, if my mother doesn't know who I am, how do I know who I am? Okay. And then 3 days later, she forgets who she is. Do you know who you're talking to? So this is called disciplining in a forceful manner. Here we cannot take discipline in a forceful manner. Here discipline means at a workplace, when you're very friendly with your, the ambience. You reduce the stress and tension and friction. Then the workplace becomes a homely place. Because most of the people, when they go to work, they're spending more hours at the workplace than at home. Manslaya. Great willpower is needed to effect a change. Now, if you're a chain smoker, നമ്മൾ ഒരു 10 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നുണ്ട്. എനിക്ക് വിൽ പവർ ഇല്ല അത് മാറ്റാൻ. Who said you wanted the willpower? 10 വലിക്കുന്നിടത്ത് അത് 9 ആക്കും. Okay, go for 3-4 days with 9. Then reduce it to 8. Small, sustainable, consistent behavior, and you can come up. Understand? Then one missed day ruins everything. We spoke about that earlier. If you go to gym and you miss a couple of days, you don't want to go back, doesn't matter. It's your resilience, how you bounce back after a missing day. Okay? Okay. Now let's come to the science of habits. We spoke about cues. Cues is like we have certain negative traits or something which we don't want to do. But the cue is you want to do it, passionate about it. Maybe it's a particular time of the day, like if you're a smoker, at a particular time of the day, you want to take up a cigarette. Or it may be the location, you're with some friends, they offer you a cigarette, okay, you want to take it just for peer pressure. Or maybe there are people who, in depression, in cigarette valche petullu. Who the hell said depression needs a cigarette? Ladies have so much of depression, nobody takes a cigarette. I mean, if a lady isn't smoky, that's a different issue. But still, I mean, it is depending the cue. What is going to trigger you off? Okay? And the routine. Every day, what you're doing, what you'll do, your behavior. If you overcome that, what happens? You don't, you feel like smoking a cigarette, you don't. You feel nice. That's a reward you're giving yourself. A relief. Wow, 1 cigarette less. That's great. And a sense of accomplishment. I have overcome that challenge. Wow, that's great. You're great. You can give a tap on your shoulder and say, you're great. You did it. That means the next step is going to be easier. Okay. Now, today I can give you a few tips for motivation. Okay. Use the minimal viable version of your habit. There's one habit you want to proceed with or reduce. I gave the example of a gym.
or you're working at home, you want to do 30 push-ups every day. Now your brain says, hey brother, 30 push-ups is too much for you. That's too much. Give it up, na? You can do so many other things. Go for a walk. Walk is equally good. No, don't listen to the monkey in your mind. Push-ups mean push-ups. You can't do 30, don't do. Do 2. Can you do 2? Do 2. Minimal viable version. Means you're making your goals smaller, breaking it into chunks so that the end result will be better. Break it. Melle thunna panen thinnanu parayille. Appo small kashnangalakki kazhinja we can overcome any challenge in this world. Now, you're going to the gym, workout. Oh my God, that gym master is a terrible guy. He'll make me do all those big, heavy things. And my back is hurting from last time. Oh, today should I go? Don't think about the workout. Just think about that pot belly you have. 1 month later, that will go up and all your friends will say, wow, you're looking handsome. Your stomach is gone. What did you do? Have you changed your diet? No, I used to go to the gym regularly. Okay? So think of the end result. When you think of the end result, that's a big reward that you will get. Look into the mirror and say, hey, you're going to look great in 1 month's time. And you will have the energy and the motivation to go and do those workouts. Now, like me, just write 1 sentence a day if you plan to write a book. 1 sentence. Don't want more. It may be a flop for the first 2-3 weeks. Okay. But then, it goes on in your mind. What should I be writing about? What should I be writing about? Now, I wrote a book on nostalgia, which is just my life from the day I was born to the day I got married. The second volume will be after my marriage, whatever I have gone through. So, you just keep on working on it, Don't say, well, I have to stop. I'm old now. I'm 40, 50. What should I do? I'm all of 72. I'm still not ready to stop. I just want to jump into my grave, wine glass in one hand and chocolate in the other hand and say, what a lovely coaster ride I had. Because life is all about up and down, up and down. So, that's the spirit you should have in mind. Just go, 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 go. Nothing should stop you. Now, let's see. Let's take one habit here. We all use the mobile phones, right? Today, mobile phone is an addiction for 99.9% of the people. When I was growing up, I used to transit by train and bus and, the local transports in Bombay, where we used to mingle with the common people, the fisher folk. When I used to travel in the 3rd class, because we'd run and catch the train. Sometimes you wouldn't be able to get into the 1st class. We would have to jump into the 3rd class. It would always be crowded. And there were fishermongers. But, there was a healthy repartee between all of us. And ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്തേ ആ ആള് വരാത്തേന്ന് പോലും ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ടുഡേ യു ഗെറ്റ് ഓൺ ടു എ ലോക്കൽ ട്രാൻസ്പോർട്ട്. എത്ര പേര് നമ്മളെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്? ഇല്ലല്ലോ. ഒക്കെ ഈ ഇതുമ്മിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് വല്ല മെച്ചുണ്ടോ? നത്തിങ്. If you look at the end result after scrolling for 1 hour or 2 hours, what have you gained? Nothing. Absolutely nothing. അതേ ഞാൻ പറയുന്ന ഒരു ഭൂതത്തിന്റെ കഥ നമ്മളൊരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കാണുമ്പോൾ യു സീ ഇറ്റ്, ഐ സീ ഇറ്റ്, ഷീ സീസ് ഇറ്റ്, ഹീ സീസ് ഇറ്റ്. നമ്മളെല്ലാവരും ഒരേ ഭൂതം ആ ഉടുപ്പ് ഇട്ടിട്ട് ആ സാരി ഉടുത്തിട്ട് പട്ടി ഓടുന്നത് തന്നെയാണ് കാണുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ മറക്കുന്നു. അതേ സ്ഥാനത്ത് നമ്മളൊരു ബുക്ക് വായിക്കണ, ഒരു ഭൂതത്തിന്റെ കഥ വായിക്കണെങ്കിൽ എന്റെ മൈൻഡിൽ ഞാനൊരു ഭൂതത്തിനെ ഉണ്ടാക്കാണ്, നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊരു ഭൂതത്തിനെ ഉണ്ടാക്കണം. എത്ര നാള് കഴിഞ്ഞാലും ആ കഥ നമ്മുടെ മൈൻഡിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കും. ബിക്കോസ് വി ഹാവ് കൺസീവ്ഡ്, വി ആർ നോട്ട് സീയിങ് സംതിങ് വിച്ച് അതേഴ്സ് ഹാവ് പുട്ട്. നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ ആ ഉണ്ടാക്കിയ റീലിന്റെ ആൾക്കാർക്ക് കാശ് കിട്ടുന്നു. വാട്ട് ആർ യു ഗെറ്റിംഗ്?
a few minutes of transient pleasure. That is all. After which you feel guilty. My God, 2 മണിക്കൂർ എന്റെ പോയി അല്ലേ? Then you go on a guilt trip. So why do you want? അപ്പൊ സ്ക്രോളിംഗ് നമ്മുടെ ക്യൂസ് എന്താ? മിക്കവരും ഉണ്ട്, എണീറ്റ് കഴിഞ്ഞ ആ ഫോൺ എടുത്ത് nothing, the sky doesn't fall down in that 8 hours you were sleeping. ആ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആകാശം താഴ്ത്തു വീണിട്ടൊന്നുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. യു ആർ ബിസി അറ്റ് ദ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ബോസ് പറഞ്ഞിട്ട് ഒരു വർക്കിന് ഡെഡ് ലൈൻ ഉണ്ട്, ആ ഡെഡ് ലൈനിലേക്ക് വർക്ക് ചെയ്യണം. പിങ് പിങ് നോട്ടിഫിക്കേഷൻ വന്നു, സോഷ്യൽ മീഡിയ, വേഗം പോയി ചെക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വന്നവര് ആ നോട്ടിഫിക്കേഷൻ അവിടെ കിടക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാലും ആ നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ടാവും. ബട്ട് ഇല്ല, വി ഹാവ് ടു ദാറ്റ് urge to see it. When you're bored, ഒന്നും ചെയ്യാനില്ല, ബോർഡ്, അപ്പൊ വന്ന് ഫോൺ പോക്കറ്റിൽ സ്ക്രോളിങ് അല്ലെ? നമ്മുടെ ബോറടി മാറ്റാനുള്ള ഒരു സാധനമാണോ ഇത്? ഇനി ഒരു ട്രാൻസ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ ടു ആൻഡ് ഫ്രോ നടക്കുമ്പോൾ, ടു ദി ഓഫീസ് ബാക്ക് ഹോം, അല്ലെങ്കിൽ ട്രെയിനിൽ പോയി വരുമ്പോൾ, അല്ലെങ്കിൽ കാറിൽ, ഇപ്പൊ ഓഡിയോ ബുക്സ് കേൾക്കുന്നത് ഒരു സമ്പ്രദായമായിട്ടുണ്ട് കാറിൽ പോകുമ്പോൾ. But otherwise, what happens again while you're waiting in queue? You just don't know what's happening around you. ആൾക്കാർ പിക്ക് പോക്കറ്റ് ചെയ്താലും അറിയില്ല, വേറെ ആൾക്കാർ എന്തെങ്കിലും ചെയ്താലും അറിയില്ല, ഒന്നും ഒരാൾക്കും ഒന്നും അറിയുന്നില്ല. എല്ലാവരും ഇതിന്റെ ഉള്ളിലാണ് അല്ലേ? So what can we do about it? What can we do about it? We can swap. We can do a routine swap. Alternate methods. ഇപ്പൊ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞു, കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ആ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം. വാട്ട് ഡിലേ യുവർ തിങ്, കുറച്ചു നേരം കാത്തിട്ട് അത് ഇപ്പൊ എടുക്കുന്നില്ല ഫോൺ, ഞാൻ പതുക്കെ എണീക്കട്ടെ, സ്ട്രെച്ച് ചെയ്യാം, ഒന്ന് എണീറ്റ് കുറച്ചു നേരം സ്ട്രെച്ച് ചെയ്തു, ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഓ, ഇന്ന് കാലത്ത് എനിക്ക് എണീക്കാൻ പറ്റിയില്ലോ, എത്രയോ പേര് ഉറക്കത്തിന് കാഞ്ഞുകൊണ്ട്, ഇന്ന് എനിക്ക് ഒരു ദിവസം കൂടി കിട്ടിയില്ലോ. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു, ബെഡ് വന്ന് എണീറ്റു, ആ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു, ബെഡൊക്കെ ഒന്ന് വെച്ചു. യുനോ the army commander, he has always said, those who cannot make their bed after they get up are not worth to be called gentlemen. അവർക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. കാരണം നമ്മൾ കിടന്ന കിടക്ക, നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അത് പുതപ്പ് മടക്കി വെച്ച് കിടക്ക കുടഞ്ഞു വിരിച്ചിട്ട് ആ റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് നമുക്ക് ഒരു ഉത്തരവാദിത്തം, ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഇൻഡിവിജ്വാലിറ്റി വരുന്നത്. മനസ്സിലായോ? അത് നമ്മൾ കൊച്ചു മക്കളെ വരെ പഠിപ്പിക്കണം. 5 വയസ്സായി കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ്. അവര് ആ ബെഡിൽ നിന്ന് എണീറ്റ് അവര് നീറ്റായിട്ട് വെക്കണം. കുറച്ച് വെള്ളം കുടിക്കുക, സ്ട്രെച്ച് ചെയ്യുക, ക്വിക്ക് ടൈഡി. അപ്പൊ അതൊക്കെ വെടുപ്പാക്കി കഴിഞ്ഞ് നീട്ടി വെച്ച് ഒരു 4 ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ യു. കാരണം ആ കാലത്ത് കിട്ടുന്ന ഓക്സിജൻ നല്ലോണം നമ്മുടെ ലങ്സിനെ, ഐ മീൻ ഗോയിങ് ടു ദ മെഡിക്കൽ സൈഡ് ഐ കുഡ് ടെൽ യു എ ലോട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ നല്ല ആ ഓക്സിജൻ വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ ഫോർ us. മനസ്സിലായോ? ദെൻ നമുക്ക് റീലുകളാണ് കുറെ, ഈ വേണ്ടാത്ത റീലുകൾ. സം ഓഫ് ഇറ്റ് ആർ ഹിലാരിയസ്, സം ഓഫ് ദം ആർ തേച്ച, ഒരു ആൺകുട്ടി പെൺകുട്ടിയെ തേച്ചതിന്റെയും പെൺകുട്ടി ആൺകുട്ടിയെ തേച്ചതിന്റെയും, ഹസ്ബൻഡ് വൈഫുള്ള തമ്മിൽ തല്ല് ഒക്കെ ഈ ഒരു യൂസ്ലെസ് റീൽസ് ആണ്. ഇറ്റ് കണ്ടിന്യൂസ്. ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം, ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം, ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം. ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ഉണ്ടാവും, ട്വിറ്റർ ഉണ്ടാവും, യൂട്യൂബ് ഉണ്ടാവും. ഇതൊക്കെ ഒരു നമ്മളെ പിടിക്കും. ഈ റീൽസ് ഇടുന്ന ആൾക്കാർക്കോ നമ്മൾ ഓരോരുത്തരും സ്ക്രോൾ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ കാശാ വീഴുന്നത്. മനസ്സിലായി? നമുക്ക് അതിനുള്ള മിടുക്കില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഇരിക്കണ്ട. അപ്പൊ ഒരു ഫിനിഷിംഗ് ലൈൻ ഉള്ളത് കണ്ടിട്ട് നിങ്ങൾ നിർത്തുക. ഐ മീൻ എനി റീൽ യു വോണ്ട് ടു സീ, ഒരു 3 എണ്ണം കണ്ടിട്ട് ഞാൻ നിർത്തും. ഗെറ്റ് ഇറ്റ് ഇൻ ടു ദാറ്റ് മങ്കി മൈൻഡ് ഓഫ് യോഴ്സ്. ഐ വിൽ സ്റ്റോപ്പ് ആഫ്റ്റർ സീയിങ് 3 റീൽസ്. അത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഉന്മേഷം ഉണ്ടാവും. മറ്റത് ഈ റീല് കണ്ടുവരുമ്പോ യു ഹാപ്പൻ ടു ബി ടോട്ടലി ഫോഗി. ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. മറ്റത് നമ്മളിപ്പോ ഹാരി പോട്ടറിന്റെ റൗളിംഗ് എഴുതിക്കുന്ന ബുക്ക്
That lady wrote that book. The story came into her head while ആ പാത്രം കഴുകണ സമയത്ത്. പാത്രം കഴുകുമ്പോ ജനലിന്റെ പുറത്തേ കൂടെ പിള്ളേര് കളിക്കണ കണ്ടപ്പോഴാണ് ഈ കഥ ആ കുട്ടിയുടെ തലയിൽ വന്നത്. നമ്മൾ റീല് കാണുമ്പോൾ യുവർ മൈൻഡ് ബിക്കംസ് ഫാഗി, ബിക്കോസ് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ബി വിത്ത് നേച്ചർ. നമ്മൾ പട്ടി, പൂച്ച, പൂമ്പാറ്റ, പൂവി എന്നൊക്കെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നറിയും. എന്തൊക്കെ. ഒരു ഡോഗ് വയ്യാണ്ട് കിടക്കുമ്പോ ഒരു മൂലയിൽ പോയിട്ട് അതിന്റെ മുറിവ് നക്കി നക്കി കിടക്കും. അല്ലെങ്കിൽ അതിന് വയറ് ശരിയല്ലെങ്കിൽ അത് 2 പുല്ല് കടിച്ചിട്ട് ഒരു ഭാഗത്ത് ചെന്നിരിക്കും, അത് ഭക്ഷണം. നമ്മളോ വയറുവേദനയുണ്ടോ ദഹനക്കേടുണ്ടെങ്കിലും അൽഫാം അടിച്ചു കയറ്റും, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയും അടിച്ചു കയറ്റും. വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദിസ് തിങ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ക്ലാരിറ്റി ഉണ്ടാവും. ഈ റീല് കാണുമ്പോഴും കമ്പ്യൂട്ടർ കാണുമ്പോഴും TV കാണുമ്പോഴും എന്താ, ഒരു ബോക്സ് ഓഫ് സ്നാക്സ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ വായിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കയ്യും വായും. ആ ഫുഡ് ഹാബിറ്റ്, ഫുഡ് ടൈമിങ്സ് ഒക്കെ തെറ്റിയിട്ട് ദേ കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ്. അപ്പൊ ഒരു ഫിനിഷ് ലൈൻ ഉള്ളത് ചെയ്യുമ്പോൾ യു ക്യാൻ ഫിനിഷ് ദാറ്റ് ആൻഡ് കീപ് ദ ഫോൺ അസൈഡ് ആൻഡ് യു വിൽ ബി able to have more clarity. And the main thing is to reward the brain quickly. കൊച്ചു കുട്ടിയെ പോലെയാണ് ആ ബ്രെയിൻ എന്തെങ്കിലും നമുക്ക് സാധിച്ചു തന്നാ we have to reward it. Hey, you're great. അത് ഓവറായിട്ട് ചെയ്താലും കുഴപ്പമില്ല. മനസ്സിലായോ? when you do something and you achieve it, reward yourself. ഒരു മിഠായി എടുത്ത് കഴിച്ചോ, അല്ലെങ്കിൽ just tap yourself on the shoulder and say you're great. Look into the mirror and say salute you. അങ്ങനെ. Now action. നമുക്കൊരു 30-day challenge വെക്കണം. Just to overcome all this. Personal commitment. From today, I will do something that will change a small habit. Just one small habit, 1% I will change. That will help me scale up the ladder even when my motivation is low. അത് ഞാൻ എന്നോട് തന്നെ പറയാം. പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു നെഗറ്റീവ് തിങ്കിങ് ചെയ്താൽ നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആവും. നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും. Now, if it's a bigger challenge, നമുക്ക് പറ്റാത്തണെങ്കിൽ ഒരു ബഡി, all of your lions, you all work in teams. നിങ്ങൾ പേഴ്സണൽ ഗ്ലാമറിന് വേണ്ടിയല്ല നിങ്ങൾ പോണത്. All lions work for the upliftment of the society and you all work in teams. Even when the challenges are more, നിങ്ങൾ പല ദിക്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് ആ കാര്യം നടത്തിക്കും. And credit to all that. I salute you. അപ്പൊ ഒരു ബഡി സിസ്റ്റമിന്, ഒരു കൂട്ടുകാരനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീക്ക്ലി ചെക്കപ്പ് നോക്കാം. ഞാൻ 10 സിഗരറ്റ് ഒരു ദിവസം വലിക്കണം, ഞാൻ ഇന്നലെ 9 തന്നെ വലിച്ചുള്ളൂ. സോ ബഡി വെരി ഗുഡ്, യു ആർ ഗ്രേറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ എന്താ, നമ്മളൊരാളോട് പറഞ്ഞു ചെയ്യുമ്പോ വി ആർ കമ്മിറ്റഡ് ടു കീപ്പ് അപ്പ് ടു അവർ വേർഡ്. അപ്പൊ നമ്മൾ പിന്നാക്കം പോവില്ല. നമ്മൾ പറഞ്ഞ ആ വാക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. വി വിൽ കണ്ടിന്യൂ വിത്ത് ഇറ്റ്. എൻ്റെ ഒരു കാലണ്ടറിൽ 30-day ചെക്ക്. നമ്മൾ ചിലപ്പോൾ ഫോൾട്ടായി പോകും, അപ്പൊ അവിടെ ഒരു ക്രോസ് മാർക്ക് ചെയ്യാം. ദാറ്റ്സ് ഓക്കെ. ബൗൺസ് ബാക്ക് ആൻഡ് യു കം ബാക്ക് ടു നോർമൽ. ആൻഡ് ചെയ്തത് മുഴുവൻ ടിക്ക്. അപ്പൊ ആ കാലണ്ടർ നമ്മൾ ഗ്രീൻ കളറിൽ ടിക്ക് കാണുമ്പോൾ വാവ്, യു ഫീൽ സോ നൈസ്. റെഡ് കുറച്ച് കുറവാണ്. ഒരു മാസം റെഡ് ചിലപ്പോൾ കൂടുതലുണ്ടാവും. നെക്സ്റ്റ് മന്ത് ഡിക്രീസ് ദ റെഡ്. ഒരു റെഡ് കുറഞ്ഞാലും മതിയല്ലോ. ഗ്രേറ്റ് എന്ന് പറയും. മൈൽ സ്റ്റോൺസ് വെക്കുക, ചെറിയ മൈൽ സ്റ്റോൺസ് വെക്കുക. ഒരാഴ്ചയിലത്തെ മൈൽ സ്റ്റോൺ, 2 ആഴ്ചയിലത്തെ മൈൽ സ്റ്റോൺ. Then you can increase it as the days go by. The key takeaways on this particular topic that I have taken today. നമ്മൾ തുടങ്ങുന്നത് ഭയങ്കര എളുപ്പാക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, 30 പുഷപ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാമല്ലോ. 2 ചെയ്ത് തീർക്ക്. Make it ridiculously easy. അപ്പൊ brain will say, hey, this guy is great, man. We can do it. Stabilize. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ റൈറ്റിംഗ് ആണെങ്കിൽ ഒരേ സമയം 7 മണിക്കാണ് ഞാൻ ഇരുന്ന് എഴുതണമെന്ന് വെച്ചാൽ ആ 7 മണിക്ക് തന്നെ ഇരിക്കണം. ഇരിക്കണ സ്ഥലത്ത് തന്നെ ഇരിക്കണം.
ഇരിക്കണ ആ പേനയും ആ ബുക്കും തന്നെ വെക്കണം. അപ്പൊ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ട്രിഗർ ചെയ്യും. ഓക്കെ, ടുഡേ ഐ ഹാവ് ടു റൈറ്റ് വൺ സ്റ്റോറി എന്ന് പറഞ്ഞു. സെറ്റ് ബാക്സ് ക്യാൻ ഹാപ്പൻ. നമുക്ക് ചിലപ്പോ സെറ്റ് ബാക്സ് ഉണ്ടാവും. ബൗൺസ് ബാക്ക്. Who's stopping you from bouncing back? Get up and go. Don't wait for motivation. Motivation വരട്ടെ, ഞാൻ ചെയ്യാം. ഞാൻ നാളെ പോയി JCIയുടെ ഒരു ടോക്ക് കേൾക്കട്ടെ, എനിക്ക് മോട്ടിവേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ലയൺസിന്റെ ഒരു ടോക്ക് കേൾക്കട്ടെ, എനിക്ക് ഞാൻ ചെയ്യാം. No, no, no. You have to call for action. Like the army. Jump up. Be ready all the time. Be alert all the time. Out and out. There's no way to it. So I guess that's about all I have for today. And thank you from JCI Center, Professor Nirmala. You can call me at any time. That's my phone number and that's my email ID. It was lovely to be with you. Thank you so much. Thank you, sir. Over to the chair. Thank you, madam. Thank you. വളരെ നന്നായിരുന്നു. ഒരു സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ ഓപ്പൺ ഫോറം ആണ്. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അതുപോലെ തന്നെ ഞാൻ കണ്ടിരുന്നു ഇടയ്ക്ക് വെച്ച് നാഗേഷ് സാർ ഉണ്ടായിരുന്നു. നാഗേഷ് സാർ ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നാഗേഷ് സാർ, യു ആർ വെൽക്കം. Nagesh sir, thank you for being on this forum. I was just lovely. Thank you. It is my pleasure. Yes, കബീർദാസ് സാർ ലിങ്ക് അയച്ചു തന്നായിരുന്നു. അപ്പൊ മാഡമിന്റെ പേര് കണ്ടോടനെ തോന്നി. ഞാൻ മുമ്പേ ഇടയ്ക്ക് ഇങ്ങനെ നല്ല ട്രെയിനർ ആകുമ്പോ കബീർദാസ് സാർ ലിങ്ക് അയക്കലുണ്ട്. അപ്പൊ ഒരു ഇൻട്രസ്റ്റിൽ ജോയിൻ ചെയ്യാറുണ്ട്. യെസ്, വി ആർ ആൾ ബോത്ത് ഗുഡ് ഫ്രണ്ട്സ്. താങ്ക് യു. പാലക്കാട് വളരെ സീനിയർ ലീഡർ ആണ്. താങ്ക് യു സർ, വെൽക്കം. നല്ലൊരു എക്സലന്റ് സെഷൻ കേൾക്കാൻ പറ്റി. നിർമ്മല മാഡം, always you firing us. Yeah, it is a fuel for firing. Thank you very much. നന്നായിട്ട് സിമ്പിൾ ആയിട്ട് നന്നായിട്ട് പറഞ്ഞ് എല്ലാവർക്കും ഒരു ടേക്ക് അവേയും. എല്ലാവരും ഇതൊക്കെ അറിഞ്ഞവർ തന്നെ, പക്ഷെ ഒന്ന് എപ്പോഴും ഞങ്ങളെ ലൈഫിൽ റീവൈൻഡ് ചെയ്യുമ്പോൾ ഇത് പിന്നെ നമുക്ക് എനർജൈസ് തരൂ, ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എക്സലന്റ് സെഷൻ. ഓക്കെ, വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം? ഇല്ലെങ്കിൽ ഇനി കൂടുതൽ സമയം നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഞാൻ കഴിഞ്ഞു. 9 മണി കഴിയുമ്പോൾ എല്ലാവർക്കും ഡിന്നറിന്റെ സമയവും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുള്ളതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ഓട്ടോ ടാക്സിലേക്ക് കിടക്കുകയാണ്. ഏപ്രിൽ 12-ാം തീയതി നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ഈ വർഷത്തെ ന്യൂ മെമ്പർ ഓറിയന്റേഷൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ 20 ട്രെയിനേഴ്സ് മത്സരിക്കുന്ന രീതിയിലാണ്, ഒരു കോമ്പറ്റീഷൻ രീതിയിലാണ് അതിനെ കണ്ടക്ട് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ ഈ പ്രോഗ്രാം സക്സസ് ആവണമെങ്കിൽ പുതിയ മെമ്പർമാരെടുത്ത് പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഇതിലിരിക്കുന്ന സീനിയർ ലീഡേഴ്സിൻ്റെതാണ്. നിങ്ങൾ എല്ലാവരും അവരുടെ ക്ലബുകളിലുള്ള ലീഡേഴ്സിനെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഗൂഗിൾ ഫോം എല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ്. എല്ലാവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നുണ്ട്. ഈ പ്രോഗ്രാം അടുത്ത ക്ലോസിംഗിലേക്ക് പോവുകയാണ്. ഈ പ്രോഗ്രാമിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ലയൺ ഡോക്ടർ ഫസലുദ്ദീൻ അവർ ക്ഷണിക്കും. സാർ മ്യൂട്ടാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട ഉദ്ഘാടക, പ്രിൻസിപ്പൽസ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി MGF ലയൺ നീന സുരേഷ്, ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ലയൺ കബീർദാസ്, മുഖ്യാതിഥി പ്രൊഫസർ നിർമ്മല മേഡം, നാഗേഷ് സാർ, മറ്റു ലയൺ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡിസ്ട്രിക്ട് 318യുടെ ഏറ്റവും മികവുറ്റ അഭിമാനകരമായ പ്രോഗ്രാമുകളിൽ ഒന്നായ റോറിംഗ് മൺഡേ ഇതിനോടകം തന്നെ 38 എപ്പിസോഡുകൾ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ അധികാരമേറ്റിട്ട് 38 തിങ്കളാഴ്ചകളായി. എല്ലാ തിങ്കളാഴ്ചയും വിജ്ഞാനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും പുതിയ വാതിലുകൾ തുറക്കുന്ന ഈ പരമ്പര നമ്മുടെ മെമ്പർമാരുടെ വ്യക്തിത്വ വികാസത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഫ്യൂവലിംഗ് ദ ഫയർ, ടേണിംഗ് ടൈനി ഹാബിറ്റ്സ് ഇൻടു എക്സ്ട്രാ ഓർഡിനറി മോട്ടിവേഷൻസ് എന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഒന്നാണ്. വലിയ വിജയങ്ങൾ നേടാൻ വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന തെറ്റായ ധാരണ നമുക്കിടയിലുണ്ട്. എന്നാൽ ചെറിയ ശീലങ്ങൾ എങ്ങനെ വലിയ ഊർജമായി മാറുന്നു എന്ന് വിശദീകരിക്കാൻ JCI സെനറ്റർ
പ്രൊഫസർ നിർമ്മല മാഡത്തിനെ പോലെ ഒരു പ്രഗത്ഭയായ പരിശീലകയെ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ഒരു നാഷണൽ ട്രെയിനർ എന്ന നിലയിലും എഴുത്തുകാരി എന്ന നിലയിലുമുള്ള അവരുടെ അനുഭവ സമ്പത്താണ് ഈ സെക്ഷനെ ഇത്രയധികം സമ്പന്നമാക്കിയത്. നമ്മുടെ ഉള്ളിലെ കഴിവിന്റെ കനലുകളെ ഊർജ്ജലിപ്പിക്കുവാൻ ഈ ക്ലാസ് ഒരു നിമിത്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാഡത്തിന്റെ ഈ സെഷൻ ലഭിച്ചവർ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാര്യം ഇത് നമ്മളെല്ലാവരും വലിയ ആളുകളാണെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ റീല് കണ്ട് നമ്മുടെ എത്ര മണിക്കൂറുകളാണ് പോകുന്നതെന്ന് മാഡത്തിന്റെ പ്രസംഗത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത്. നമ്മൾ ഓരോരുത്തരും റീലിന്റെ പുറകിലാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. കുട്ടികളായാലും വലിയവരായാലും വൃദ്ധരായാലും എല്ലാവരും ഇപ്പൊ റീലിന്റെ പുറകിലാണ്. നമ്മളത് ഓരോരു മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മനോഹരമായ അവസാനത്തിൽ വിജ്ഞാനപ്രദമായ ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. സ്പീക്കർ, ഇന്നത്തെ നമ്മുടെ മുഖ്യ ആകർഷണം ബഹുമാനപ്പെട്ട സ്പീക്കർ JC സെനറ്റർ പ്രൊഫസർ നിർമ്മല മാഡം, നാഷണൽ ട്രെയിനർ ആൻഡ് ദേശീയ ആധാർ അവர்களായിരുന്നു. ഫ്യൂലിംഗ് ദ ഫയർ ടേണിംഗ് ടൈനി ഹാബിറ്റ്സ് എന്ന ഇൻഡു എക്സ്ട്രാ ഓർഡിനറി മോട്ടിവേഷൻ എന്ന വിഷയം ഇത്രത്തോളം അർത്ഥവത്തായ രീതിയിലാണ് അവതരിപ്പിച്ചത്. ചെറിയ ശീലങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും പ്രചോദനങ്ങൾക്കും കാരണമാകുന്നു എന്ന് ലളിതമായ ഉദാഹരണങ്ങളിലൂടെ അവർ നമുക്ക് പറഞ്ഞു തന്നു. തികച്ച വിജ്ഞാനപ്രദമായ ഈ ക്ലാസ്സിനും ഇതിനായി സമയം കണ്ടെത്തിയതിനും ഡിസ്ട്രിക്റ്റിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി MJF ലയൻ നീന സുരേഷ് മാഡത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ട്രെയിനിങ് സെഷൻ വളരെ ചിട്ടയോടെ കൃത്യതയോടും മുന്നോട്ട് കൊണ്ടുപോയ ഡിസ്ട്രിക്ട് GLT കോർഡിനേറ്റർ ലയൻ കബീർ ദാസ് അവർ അതിന്റെ പ്രത്യേകമായ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്പീക്കർ അസാസിനെ മനോഹരമായി പരിചയപ്പെടുത്തിയ ലയൻ ജയ NK മാഡം റീജിയൻ 15ന്റെ സോൺ ചെയർമാനാണ്. മാഡത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സമയം കണ്ടെത്തി ഒത്തുചേർന്ന എല്ലാ ലയൻ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സാന്നിധ്യമാണ് നമ്മുടെ പ്രോഗ്രാമിന് ജീവൻ നൽകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ സാങ്കേതിക വശങ്ങൾ കൈകാര്യം ചെയ്ത എല്ലാവർക്കും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ നാഗേഷ് സാറിനും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you, Fasluddin-ji. Chair recognize the presence of Radhakrishnan sir, Mayil Lions Club, Shankaranarayan sir, അതുപോലെ ലോകിതാക്ഷൻ സാർ, മറ്റേ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് പങ്കെടുത്തവര്, പിന്നെ എൻ്റെ 1-2 കുറച്ച് ഫ്രണ്ട്സ് ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് നന്ദി പ്രകാശിപ്പിച്ച ഡോക്ടർ ഫസ്ലുദ്ദീനും കൂടി നമ്മുടെ പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദിസ് മീറ്റിംഗ് ഈസ് അഡ്ജോയിൻഡ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you. Good night. Good night, sir. Good night, Kabir Das. Good night. Good night.